പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹെബ്രായർ 4:16. അതിനാൽ ഏറ്റുപറഞ്ഞ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു ഭയങ്കര മുദ്രവചനമാണ്. ഒന്നിനെ ഏറ്റു പറഞ്ഞ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിപ്പിടം. കൃപാവരത്തിന്റെ സിംഹാസനം എന്താണ്? കൃപാസനമാണ്. കൃപാസനത്തിൽ നമുക്ക് എന്താ ലഭിക്കണത്? കൃപാസനം ആരാ? കൃപാസനം എന്ന് പറയണത് ബേസിക്കായിട്ട് ആരാ? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടത് 4:15. ഹെബ്രായർ 4:15. നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഖ്യതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ആരാണ്? ഈശോ. ഈശോയാണ് കൃപാസനം. ഈശോയിൽ നിന്നാണ് നമുക്ക് വേണ്ട സമയത്ത് കരുണ ലഭിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കരുണയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്. കാര്യം എന്താണ്? അമ്മയും വാഗ്ദാന പേടകമാണ്. ഈശോനെ ഉള്ളിൽ ഒതുക്കിയ വാഗ്ദാന പേടകമാണ് അമ്മ. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപാസനത്തിൻ്റെ സ്ഥാനം, ഈശോൻ്റെ സ്ഥാനം. അപ്പം സമ്പൂർണ്ണ കൃപ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിക്ക് ദൈവത്തിൻ്റെ സ്ഥിരീകരണമായില്ലേ? അപ്പം ചിലർ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചത്, നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ ഓൺലൈൻ ഉടമ്പടി പവർഫുൾ ആകുമോ അച്ഛാന്നാണ് ചോദിച്ചത്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. കാര്യം എന്താണ്? ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്. അതിനെ അസൈൻ ചെയ്യുന്ന ചുമതല ആർക്കുള്ളതാണ്? അത് നമ്മുടേതല്ല. ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് അതുപോലെ തന്നെയാണ് ഇതും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടത് അമ്മയാണ്, അല്ലെങ്കിൽ ഈശോയാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇപ്പോഴേറ്റവും വലിയ സാക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആർക്കാണ് ദൈവകരുണ ലഭിക്കുന്നത്? കൃപാസനത്തിന് വേണ്ട സമയത്ത് കരുണ ലഭിക്കുമെന്ന് ഹെബ്രായർ 4:16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണത്? വേണ്ട സമയത്ത് കൃപാസനത്തിന് ദൈവകരുണ ലഭിക്കുമെന്ന് നമ്മൾ ഹെബ്രായർ 4:16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50. അവിടുത്തെ ഭക്തരുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞേ, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പരിശുദ്ധ അമ്മ എന്താണ് വെളിപ്പെടുത്തിയത്? നിങ്ങൾക്കറിയാം. ഇപ്പോൾ എലിസബത്തിനോട് പറഞ്ഞതിന് ശേഷമുള്ള സ്വസ്ത്രഗീതങ്ങളാണ് ഈ സംഭവം മുഴുവനും. സ്വസ്ത്രഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വിശുദ്ധ ലൂക്ക പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സ്വസ്ത്രഗീതം എവിടുന്ന വരണതെന്ന് ലൂക്ക പറയും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന
കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്ക് യോഗ്യത എവിടെയെന്ന്. അപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്യാം, പ്രഖ്യാപിക്കും. ആ അഭിഷേകത്തിലാണ് സ്വസ്ത്രഗീതം വരുന്നത്. സ്വസ്ത്രഗീതത്തിലാണ് പറയണത്, ദൈവത്തിൻ്റെ കരുണയുടെ കാലം തുടങ്ങുകയാണ്. ദൈവം ആരോടാണ് ആദ്യം കരുണ കാണിക്കുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ. അപ്പോൾ നമ്മൾ മരിയ ഭക്തി എന്നല്ല നമ്മൾ പറയേണ്ടത്. മരിയ ഭക്തി എന്ന് മനസ്സിലായിച്ച് അത് ദൈവത്തോടുള്ള ഭക്തിയിലേക്കുള്ളൊരു മാർഗമാണത്. മരിയ ഭക്തി ഒന്നും ഉടമ്പടിയുടെ ലക്ഷ്യമല്ല, ഉടമ്പടി അതിനെ മാർഗമാക്കുകയാണ്. മരിയ ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമായിട്ട് അമ്മയെ നമ്മൾ സ്വീകരിക്കുകയാണ്, അമ്മയുടെ ജീവിതകാലം മുഴുവനും. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി ചെയ്യുന്ന ഉടമ്പടിയാണ്. അത് പരമാവധി അതിനോട് വിശ്വസ്തത കാണിക്കുന്നത് ശരിക്കും ദൈവത്തോട് നമ്മൾ ഭക്തി കാണിക്കുകയാണ്. ഇപ്പോൾ ചിലർ ഇപ്പോൾ തത്സമയ ജപമാലയുടെ സമയത്ത് അവർ വിളിച്ച് ചോദിച്ചു, ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് തെറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേ അതിനുള്ള മറുപടി ഇതാണ്, എൻ്റെ മക്കളൊരു മനസ്സാപ്രകടനം ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. വേറെ ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിയാണത്. നിങ്ങളതിനോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോടും വിശ്വസ്തത കാണിക്കും. ദൈവത്തിൻ്റെ കരുണ. അപ്പം നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് എന്താണ്? അവരുടെ യോഗ്യതയാൾക്കുപരി ദൈവത്തിൻ്റെ കരുണയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കുഷ്ഠരോഗിയില്ലേ, കുഷ്ഠരോഗി വരുമ്പോഴേ അവനെ കാണുമ്പോഴേ കർത്താവിനുണ്ടാകുന്നൊരു ഭാവപ്പകർച്ച മർക്കോസ് പറയുന്നുണ്ട്. ഈ കരുണ എങ്ങനെയാണ് ഉണ്ടാകണതെന്ന്. ദൈവത്തിലുള്ള കരുണ നമ്മളിലേക്ക് വരാൻ എന്താണൊരു മാർഗം? ആ കുഷ്ഠരോഗിയുടെ ഒന്നെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണതായിരുന്നു. ശരീരഭാഷയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത്, അല്ലേ? പച്ചൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കും, കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? അപ്പം നിങ്ങളും അതുപോലെ മുട്ടയിൽ നിരങ്ങി പ്രാർത്ഥിക്കും. ചില മുട്ടയിലേക്ക് നമുക്ക് മാതാവിൻ്റെ മുമ്പ് മുട്ട നിരക്കുമ്പോൾ നമ്മുടെ മുട്ട ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ പാൻസ് മുട്ടൊരഞ്ഞ് ചോര വന്നിട്ട് കടലിൽ പോയി കഴുകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതല്ല, ഒരു സഹോദരൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ അവിടെ ഡിവോഷൻ നടത്തേണ്ടതെന്ന്. അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ ചിരിയൊക്കെ വരും, പക്ഷേ അതല്ല, അതൊരു ഭക്തിയാണ്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ആദരവാണ് നമ്മുടെ. അപ്പം അത് കാണുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തെന്ന് ദൈവത്തിന് തോന്നും, ദൈവത്തെ. അപ്പം മനസ്സലിയും. അതാണ് കുഷ്ഠരോഗി ഇതുപോലെ എന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയുടെ ശരീരഭാഷ ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷേ ബൈബിൾ അതിൻ്റെ ഇഫക്റ്റ് പറയുന്നുണ്ട്. എന്താ പറയണത്? അവിടുന്ന് മനസ്സലിഞ്ഞു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 1:41. അവിടുന്ന് മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ സ്പർശിച്ചു. ആരെ? കുഷ്ഠരോഗിയെ. നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണ പാർട്ടിയാണ്. പൊതു നിയമമാണ് നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണമെന്ന്. ഇപ്പം നമ്മുടെ മാസ്കൊക്കെ വെച്ച് 2 മീറ്റർ അകലത്തിലല്ലേ നടക്കണത്. കർത്താവ് നിന്നെ കാണുമ്പോഴേ മാസ്ക് വെക്കത്തില്ലെന്നല്ലേ ഇപ്പം പറയണത്, അടുത്ത് വരുമെന്നല്ലേ പറഞ്ഞത്. അതല്ല സാജു അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ മാസ്ക് വെക്കാത്തതെന്ന്. മാസ്ക് വെക്കാതെ നിൻ്റെ അടുത്തേക്ക് വരും. ആ ദൈവം അന്നും വെച്ചിട്ടില്ല മാസ്ക്, ഇന്നും വെച്ചിട്ടില്ല. അതാണ് മർക്കോസിൻ്റെ 1:41 പറയണത്. അവിടുന്ന് മനസ്സലിഞ്ഞു, അവനെ സ്പർശിച്ചു. സ്പർശിക്കാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്.
ദൈവം നിയമം നോക്കിയല്ല നിന്നോട് കരുണ കാണിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ആദ്യം തന്നെ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച തിരുക്കുമാരനും മാതാവിനും കോടാനുകൂടി നന്ദി. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ കുഞ്ഞാണ്. ഇവൻ്റെ പേര് ഇയാൻ സൈജു. ഇയാൻ എന്ന പേരിൻ്റെ മീനിങ് ഗോഡ് ഈസ് ഗ്രേഷ്യസ്, ദൈവം കരുണയുള്ളവനാണ് എന്നാണ്. 2018 ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിയെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. 2018 തന്നെയായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് കൃപാസനത്തിലൊരു പത്രം കിട്ടി. അതിൽ നിന്നാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അന്ന് ഞാൻ സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു കുഞ്ഞ് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളതായിരുന്നു. കാരണം ഹസ്ബൻഡ് ദുബായിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ നാട്ടിലാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞ് വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ആ വർഷം തന്നെ 2018 ഡിസംബറിൽ ഹസ്ബൻഡ് വന്ന മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞിന് വളർച്ചയില്ലാതെ അത് ബ്ലീഡിംഗ് ആയിട്ട് കുഞ്ഞ് പോയി. കാരണം എനിക്ക് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഹസ്ബൻഡിന് ഒന്നിച്ച് ദുബായിൽ ജീവിക്കണം എന്നുള്ളത്. അത് 2019 ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് എന്നെ വിസിറ്റ് വിസയിൽ ഹസ്ബൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നത് ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് സ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് തിരിച്ച് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് എക്സാം എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് 2 വർഷത്തോളം ഗ്യാപ്പായി. അന്നത്തെ റൂൾ പ്രകാരം 6 മാസത്തിനുള്ളിൽ നമ്മൾ എക്സാം എഴുതണം. 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് നമുക്ക് പാടില്ല എന്നായിരുന്നു. അങ്ങനെ കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരവിടുത്തെ റൂൾസും കാര്യങ്ങളെല്ലാം മാറ്റി 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എക്സാം എഴുതാമെന്നുള്ള നിയമം അവിടെ വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അങ്ങനെ ഞാൻ പഴയ ക്ലിനിക്കിൽ വർക്ക് ചെയ്തെടുത്തതും ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റും പേപ്പറും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയാക്കി ഞാൻ കൊടുത്തു. ഞാനൊരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് അവർ അയച്ചു തന്നു. ആ PDF മാത്രം പഠിച്ചിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ DHA പാസ്സായി. അതായിരുന്നു എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം. എൻ്റെ രണ്ടാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഒന്നിച്ച് ദുബായിലായിരുന്നു. അങ്ങനെ ഞാനും ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതിനുശേഷം 2022 ഞാൻ നാട്ടിലൊന്ന് വന്നായിരുന്നു. എൻ്റെ അനിയത്തിമാരുടെ വിവാഹമായിരുന്നു. ആ വിവാഹത്തിന് വന്നിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. തിരിച്ചു പോയി. ഉടമ്പടി ഞാൻ പുതുക്കോ പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. കാരണം കോവിഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ 3 വർഷം സ്റ്റക്കായായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്ന സമയത്ത് 2023 സെപ്റ്റംബറിൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായൊരു വയറുവേദനയും ഛർദി ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ചെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് പോയ്സൺ ആയതാണെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ വേറെ ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അവരെനിക്ക് പെട്ടെന്ന് വേദനയ്ക്കുള്ള മെഡിസിൻസും ഛർദിക്കുള്ള ഇഞ്ചക്ഷൻസും എല്ലാം തന്ന് 2 ദിവസം കൊണ്ട് ഞാൻ സ്റ്റേബിളായി. അന്ന് തന്നെ ഒബ്സർവേഷൻ കിടത്തിയിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു. 2 ദിവസം പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എനിക്ക് വീണ്ടും അതുപോലെ തന്നെ എനിക്ക് വേദന സ്റ്റാർട്ടായി. ഭയങ്കരമായ വയറുവേദനയും ഛർദിയും വീണ്ടും തുടങ്ങി. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അവിടെ ആസ്റ്റർ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. രാത്രി തന്നെ ഹസ്ബൻഡ് എന്നെ ആയിട്ട് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് തീരെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എന്നെ എടുത്ത് കാറിൻ്റെ പുറകിൽ കിടത്തിയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് അറിയുന്നത്. എനിക്ക് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, ഫുഡ് പോയ്സൺ ഒന്നും ആയിരുന്നില്ല. അപ്പോഴേക്കും ഉള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് എൻ്റെ ട്യൂബ് റപ്ചറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബ് റപ്ചറായി എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിട്ട് ആണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ 2 മണിയായപ്പോൾ ചെന്നു. 4:30 ആയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നെ സർജറിക്ക് കയറ്റി. ഇപ്പം ഞാൻ ഹസ്ബൻഡ് മാത്രം അവിടെ, വേറെ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ല. രാത്രി ആയിരുന്നുകൊണ്ട് ഹസ്ബൻഡിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ വീട്ടിലോ ഒരിടത്തും ആരെയും ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത്, എല്ലാം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ
രാത്രി തന്നെ എന്നെ സർജറി ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എന്നെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലുള്ളവരും എല്ലാവരും അറിയുന്നത്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അതോടുകൂടി എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലാതെയായി. കാരണം ഇത്രയും വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്യൂബും കൂടെ നഷ്ടമായി. പിന്നെ എനിക്കൊരു ട്യൂബാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് ഇയർ 2024 നവംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നില്ല, ആകെ 10 ഡേയ്സേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു മാസം ലീവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് ആദ്യം തന്നെ ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് തീരുമാനിച്ചത്. കാരണം ഇതുവരെ ഞങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ദുബായിലെ സാഹചര്യം കൊണ്ട് ഹസ്ബൻഡിന് ജോലി, പുള്ളി എങ്ങനെയെങ്കിലും ലീവ് ഒപ്പിച്ച് വരുമ്പം എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു. ഇവിടുത്തെ നാട്ടിലെ തന്നെ ഒരു ഫേമസ് ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അങ്ങനെ അവിടെ പോയി ചെന്ന് ഡോക്ടറെ കണ്ട് എൻ്റെ ഹിസ്റ്ററി ഫുള്ള് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നിനക്ക് സിംഗിൾ ട്യൂബാണ്, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് IVF ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് IVFന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. തരുവാണെങ്കിൽ നോർമലായിട്ട് മാതാവ് നല്ലൊരു കുഞ്ഞിനെ തരിക, അല്ലെന്നുണ്ടെങ്കിൽ IVF ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 4 മാസത്തേക്ക് നിങ്ങൾക്ക് മെഡിസിൻ തരാം, ഇഞ്ചക്ഷനും മെഡിസിനും തരാം. അത് കൊണ്ടുപോകും, നിങ്ങൾ കൊണ്ടുപോയിട്ട് 4 മാസത്തെ മെഡിസിൻ എടുത്ത് നോക്ക്. എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ, കുഞ്ഞായില്ല എന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് വന്ന് IVF ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. മരുന്നെല്ലാം വാങ്ങിച്ചു, 4 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നു. ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. എനിക്കൊരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 26-ാം തീയതി നവംബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. വീണ്ടും പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. കാരണം ആ 3 വർഷം ഞാൻ അവിടെ ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഉടമ്പടി പുതുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് പുതിയ ഉടമ്പടി ഞാൻ എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പം എനിക്ക് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിറങ്ങി വന്നപ്പോൾ അച്ഛൻ ഇവിടെ വന്ന് ആൾക്കാരെ ബ്ലെസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അച്ഛനെ കാണണമെന്ന്. ഞാൻ ഉടനെ അവിടെ പ്രേക്ഷിതരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. വേഗം പുറത്തിറങ്ങിപ്പോയി ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവരെന്നോട് പറഞ്ഞു, ഹസ്ബൻഡും വൈഫും 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായി. കാരണം ഹസ്ബൻഡ് തിരിച്ചു പോയായിരുന്നു. അങ്ങനെ എനിക്കൊരു ഓപ്ഷനും ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ആ പുറത്തെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ, മാതാവേ നീ എന്നെ കണ്ടിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബർ 5-ാം തീയതി തിരിച്ച് ദുബായിലേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് എനിക്ക് 23-ാം തീയതിയാണ് പീരിയഡ്സ് ആവേണ്ട ഡേറ്റ്. അതിൻ്റെ 2nd ഡേ തൊട്ടാണ് ഞാൻ മെഡിസിൻ എടുത്ത് തുടങ്ങേണ്ടത്. അന്നേരം എനിക്ക് 21-ാം തീയതി മംസ് എന്ന അസുഖം വന്നു, മുണ്ടിനീര്. എനിക്കത് വന്നതുകൊണ്ട് അതിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മെഡിസിൻസും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ മംസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടും എനിക്കിനി അതൊന്നും കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഓർത്ത്. എന്നാലും എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിമാരും എൻ്റെ ചേച്ചിയൊക്കെ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ളവരാണ്, അവരൊക്കെ ഉടമ്പടിയിലാണ്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എൻ്റെ ഫ്ലാറ്റിലും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ പോകണം, നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവിടെ നിന്നുള്ള വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മുണ്ടുനീര് വന്നതുകൊണ്ട് ഞാൻ മെഡിസിൻ എടുത്തില്ല. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡിനും വന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 പേരും സിക്കായി. അങ്ങനെ ആ മാസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ജനുവരി മാസമാണ് പിന്നെ പീരിയഡ്സിൻ്റെ 2nd ഡേ തൊട്ടേ എനിക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ജനുവരി മാസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജനുവരി 15-ാം തീയതി ഞങ്ങളുടെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ പറഞ്ഞു, മാതാവേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്കെങ്കിലും നീ എനിക്കൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഓർക്കുന്നത് ആ മാസം എന്തായാലും കാണത്തില്ല, കാരണം ഞങ്ങൾക്ക് 2 പേർക്ക് സുഖമില്ലായിരുന്നു, മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ എത്ര ഇതാണെങ്കിലും മാനസികമായിട്ട് കുറച്ച് ചിന്തിക്കുമല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതിയായി എനിക്ക് പീരിയഡ്സ് ആയില്ല. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. ഒരു കാർഡ് വാങ്ങിച്ച് ആരും കാണാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. കാരണം എനിക്കിതിനു മുന്നേ ഇങ്ങനെ ട്യൂബിനകത്തായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു. ഇനി അടുത്തതും ട്യൂബിനകത്താണ്, ആ ട്യൂബും കൂടെ നഷ്ടമാവുമല്ലോ. അങ്ങനെ ഞാൻ
26-ാം തീയതി തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവാണ്. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവരവിടുന്ന് സ്കാൻ എടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, യൂട്രസിൽ തന്നെയാണ് ഈ പ്രാവശ്യം, ഒന്നും പേടിക്കേണ്ട, ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. അങ്ങനെ ഹാർട്ട് ബീറ്റിൻ്റെ സ്കാൻ തൊട്ട് 5-ാം മാസത്തെ സ്കാനിങ് വരെ ഞാൻ ദുബായിലാണ് ചെയ്തത്. അത് ഓരോ സ്കാനിങ്ങിനും ഓരോ ബ്ലഡ് ടെസ്റ്റിനും ഞാൻ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാനെടുത്ത് കുറച്ച് കഴിക്കും. പിന്നെ കുറച്ച് ഉടമ്പടി ഉപ്പെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അതുകൊണ്ടേ ഞാൻ സ്കാനിങ്ങിന് പോവുള്ളൂ. അവിടെ ചെന്ന് അവരാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്കാൻ മെഷീൻ്റെ പുറത്ത് ഞാൻ ആ ഉപ്പിടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് ആ കിടക്കുന്ന ബെഡിൽ തന്നെ ഇട്ടിട്ടേ ഞാൻ അവിടെ സ്കാനിങ്ങിന് കിടക്കുകയുള്ളൂ. അങ്ങനെ ഓരോ സ്കാനിങ്ങും എനിക്ക് നോർമലായിരുന്നു, ഒന്നിലും ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കുഞ്ഞിൻ്റെ സെക്സ് പറയുമല്ലോ, അങ്ങനെ 5-ാം മാസത്തിൽ ഒരു ആൺകുഞ്ഞാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം 7-ാം മാസം എനിക്കിവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ ഭയങ്കര കൂടുതലായിട്ടായിരുന്നു. ഷുഗറും ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. അങ്ങനെ ഷുഗറിന് എനിക്ക് 2 നേരം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞ ഡേറ്റ്. അതിനൊരു 2 വീക്സ് മുന്നേ ഡോക്ടർ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിന് ബർത്ത് വെയ്റ്റ് കൂടുതലാണ്, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ തീരുമാനമാണ്, നോർമൽ ഡെലിവറി നടക്കാൻ വളരെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, C-സെക്ഷൻ ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 15-ാം തീയതി C-സെക്ഷൻ ചെയ്ത് ഇവൻ 4 kg ഉണ്ടായിരുന്നു. കുഞ്ഞിനെ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടി. കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ റിക്കവറി റൂമിലായിരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവരവിടെ വെറുതെ ഒബ്സർവേഷന് വേണ്ടി മാത്രം കിടത്തിയതാണ്. അമ്മയും അനിയത്തിമാരും ഒക്കെ ചെന്ന് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ അവരടുത്ത് കൈ കൊടുത്തിട്ട് പറയും, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, ഞങ്ങൾ മോളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ചു തന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ തലവേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒട്ടും കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് BP ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്, 170/100. കാരണം കുഞ്ഞുണ്ടായതിൻ്റെ ആ ഒരിത്, എനിക്ക് ഉറക്കക്കുറവ്, വേദനയുടെ എല്ലാം പ്രശ്നങ്ങളും കൊണ്ട് എൻ്റെ BP ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ അവിടെ എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻസും മെഡിസിൻസും എല്ലാം എടുത്ത് എന്നെ അവിടെ കിടത്തിയിരുന്നു. 1.5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു. 3 നേരം എനിക്ക് BP-യുടെ മെഡിസിൻ എടുക്കാൻ പറഞ്ഞ് എന്നെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ 3 ആഴ്ചയോളം ഞാൻ BP മെഡിസിനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച്, ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗറും BPയും പിന്നെ മാറത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഷുഗർ പൂർണ്ണമായിട്ടും കൺട്രോളായിരുന്നു. BPയും ആ 3 ആഴ്ചത്തെ മെഡിസിൻ കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് കൺട്രോളായി. ഒരു ദിവസം ഞാൻ 2 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചില്ല, മെഡിസിൻ കഴിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ നോർമലായിരുന്നു BP. അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞാനും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ എനിക്ക് 3ാമത് കിട്ടിയ അനുഗ്രഹം എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഒരു ദിവസം നടക്കാൻ പോയ സമയത്ത് റോഡിലൊന്ന് വീണിട്ട് അമ്മയുടെ കൈ ചതഞ്ഞിട്ട് കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. ഡോക്ടർ കുറേ മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടേലും മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, വീട്ടിൽ ചെന്ന് ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. വന്നിട്ടും കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തനിയെ മാറിപ്പോയി. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അമ്മയ്ക്ക് വീണ്ടും ആ വേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്മ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ഡെലിവറി എടുത്തിരിക്കുക, അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല, അപ്പം കുഞ്ഞിനെ ഒന്ന് കൈമാറാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ആ സമയത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി നേർന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, കുഞ്ഞിനെ കിട്ടിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കയറുമ്പം അമ്മയുടെ കൈയുടെ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേർന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മയാണ് ഇപ്പം കുഞ്ഞിനെ എന്നെ നോക്കുന്നത് ഫുൾ ടൈം. അമ്മ ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ രാവിലെ 4 മണി തൊട്ട് അമ്മയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ഇത്രയധികം അനുഗ്രഹങ്ങളാണ് മാതാവ് ഉടമ്പടി വഴിയായിട്ട് എനിക്ക് നടത്തി തന്നത്. പിന്നെ ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കുറച്ച് പാടാണ്. എന്നാലും സാമ്പത്തികമായ സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്കതേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാവുന്നവർക്ക്, എൻ്റെ ബന്ധുക്കൾക്ക്, പുറത്തുള്ളവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായ സഹായം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ചോദിച്ചാലും ചോദിക്കാതെ തന്നെയും കണ്ടറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ 5-ാം മാസത്തിൽ 5 മാസം കഴിഞ്ഞ് 6 മാസം തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു ഡെലിവറിക്ക്
ഉടമ്പടിക്കായിട്ട്. ആ വന്ന സമയം തൊട്ട് ഞാനിവിടെ പറ്റുന്ന അനാഥാലയങ്ങളിലൊക്കെ പോയി പൈസ കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. മാക്സിമം പള്ളിയിൽ പോകാനും പെട്ടെന്ന് കുമ്പസാരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ വന്ന ദിവസങ്ങൾ എനിക്ക് 9 മാസവും എനിക്ക് ഛർദിയായിരുന്നു. എന്നാലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തുള്ളവർക്കും ഇടവകയിലുള്ളവർക്കും ഒക്കെ ഞാൻ പത്രം കൊടുക്കുകയും അവരോടെല്ലാം എൻ്റെ കാര്യം പറയുകയും പിന്നെ ഞാൻ ആരെ കണ്ടാലും അവരോടെല്ലാം ഞാൻ പറയും, ഇതെനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് കിട്ടിയ കുഞ്ഞാണ്, ഇവന് യാതൊരു കുഴപ്പമില്ല, 7 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി.